15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരുത്തനാണ് ഈ ടെലഗ്രാമിൽ ഇത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആയിക്കോട്ടെ, നിങ്ങൾ ഒരാളുടെ ഫോട്ടോ കൊണ്ട് കൊടുക്കുമ്പോൾ അവരുടെ ആയിക്കോട്ടെ, അവരുടെ വീഡിയോസ് നിങ്ങൾക്ക് ഡീപ്പ് ഫേക്ക് വെച്ചിട്ട് AI ആയിട്ട് എഡിറ്റ് ചെയ്ത് ന്യൂഡായിട്ട് തരുന്ന ടീം. ഇത് കുറച്ചും കൂടി കേട്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഗ്രൂപ്പിന്റെ പേര് അമ്മ. മെമ്പേഴ്സ് എനിക്ക് തോന്നുന്നു 2-3 ഗ്രൂപ്പിലായിട്ട് ഒരു 4000-ൽ മുകളിൽ മെമ്പേഴ്സ് ഉണ്ട്. ഗ്രൂപ്പിന്റെ പേര് അമ്മ എന്ന് കേൾക്കുമ്പം അതൊരു നല്ല ഗ്രൂപ്പ് അല്ല. സോ നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കുന്ന അമ്മമാരില്ലേ, ഈ അമ്മമാരുടെ വീഡിയോസ് വളരെ ചായ കൊടുക്കാൻ വരുന്നതും ഫുഡ് തരാൻ വരുന്നതും കിച്ചണിൽ കുക്ക് ചെയ്യുന്നതും ഒക്കെ എടുത്തു വെച്ചിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ടിക്കുലർ ഗ്രൂപ്പാണ് അമ്മ എന്ന് പറയുന്ന ഗ്രൂപ്പ്. സ്വന്തം വീട്ടിലുള്ള ഏതെങ്കിലും ഒരുത്തനായിരിക്കും ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾ വഴി കൂടെ നടന്നു പോണത്, നിങ്ങൾ ബസ്സിൽ ഇരിക്കുന്നത്, നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നത്, വീട്ടിലോ ഫ്രണ്ട്സിന്റെ കൂടെയോ സർക്കിളിലോ എവിടെ നിൽക്കുന്നതും ആ ഫോട്ടോ അതൊരു സെക്ഷൽ രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഈ ഗ്രൂപ്പിൽ കൊണ്ടുവന്നിട്ട് അന്നേരം വാവ് അവളുടെ അത് കണ്ടോടാ, അവളുടെ ഇത് കണ്ടോടാ എന്ന് പറഞ്ഞിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കൂട്ടം സൈക്കോസ്. കേൾക്കുമ്പോൾ തന്നെ ഡിസ്റ്റർബ് ആവുന്നില്ലേ? നിങ്ങളെ വീട്ടിൽ അമ്മയില്ലേ, നിങ്ങളെ വീട്ടിൽ സഹോദരങ്ങളില്ലേ, നിങ്ങൾക്ക് പെങ്ങളില്ലേ? നിങ്ങൾ ഇത് കണ്ടിരിക്കണം. സഹോദരിമാരുള്ള ഓരോ സഹോദരന്മാരും അമ്മമാരുള്ള ഓരോ മക്കളും കണ്ടിരിക്കണം ഈ വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന വൃത്തികേടെന്ന് പറഞ്ഞ പീക്ക് ബ്രോ പീക്ക്. സ്വന്തം അമ്മേന്റെയും പെങ്ങളെയും പിക്ക് അവരറിയാതെ ഫോട്ടോ എടുത്ത് കണ്ട ഗ്രൂപ്പിനകത്ത് കണ്ടവന്മാർക്ക് എൻജോയ് ചെയ്യാൻ പൈസയ്ക്ക് വേണ്ടി ഷെയർ ആക്കുന്ന കുറെ വാണങ്ങള് മലയാളികള്. നീയൊക്കെ എങ്ങനെയാണ് ഒരു അമ്മേന്റെ വയറ്റിൽ ഉണ്ടായി? ആ ഗ്രൂപ്പിനകത്ത് 4000-5000 മെമ്പേഴ്സ് ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ എൻജോയ് ചെയ്യാൻ. ഇങ്ങനെയുള്ളവന്മാരെ മുമ്പിൽ പുറത്തുള്ള പെമ്പിളരെ കിട്ടിയ അവന്മാര് വെറുതെ വിടോ? ഒരു ഗ്രൂപ്പിന്റെ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത്. പെണ്ണ് ആണിന്റെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു വസ്തു. നീയൊക്കെ ഒരു അമ്മേന്റെ വയറ്റിൽ നിന്ന് ഉണ്ടായതല്ലടാ. നിനക്കൊക്കെ എങ്ങനെടാ പറ്റുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കാന്? ഈ ഗ്രൂപ്പിനകത്തൊക്കെ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഇതേ മാനസികാവസ്ഥ ഉള്ളവരും എന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിൽ വന്ന് പെടുന്ന ചില ആൾക്കാരും കാണും. പതുക്കെ ഇതിലോട്ട് അങ്ങ് വഴുതി വീഴും. നാളെ ഇതുപോലത്തെ ഗ്രൂപ്പിലൊക്കെ ഉള്ള പിള്ളേരെ റോഡിൽ കൂടെ ഒരു പെണ്ണ് പോകുമ്പോൾ അവളെ നോക്കി കാണുന്ന രീതി ഇതേപോലെയൊക്കെ ആയിരിക്കും. കാര്യം മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഈഗിൾ ഗെയിമിങ്ങിന്റെ ലാസ്റ്റ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഫുള്ള് മനസ്സിലാവും. പെമ്പിളരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ ഈ ജനറേഷനിൽ ഒട്ടും സേഫ് അല്ല. പബ്ലിക്കിൽ പോയാലും വീട്ടിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ സേഫ് അല്ല. ഇതെല്ലാരും കൂടെ റിയാക്ട് ചെയ്ത് ഇത് പുറത്ത് സ്പ്രെഡ് ആക്കി ഒരു വലിയ പ്രശ്നം ആക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ അമ്മയും പെങ്ങന്മാരും നമുക്ക് വേണ്ടപ്പെട്ട പിള്ളേരും ഇതുപോലത്തെ കണ്ട ഗ്രൂപ്പിൽ കണ്ട കാമപ്രാന്തന്മാരെ മുമ്പിൽ പിച്ചി ചീന്തപ്പെടും. സ്വന്തം അമ്മേനെയോ സ്വന്തം സഹോദരങ്ങളെയോ വില കൽപ്പിക്കുകയും ഗേൾസിനെ റെസ്പെക്ട് ചെയ്യുന്ന ആണുങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കും. എനിക്ക് ഇത് കിട്ടുന്ന ഒരു ഫോളോവേഴ്സും വേണ്ട, പക്ഷേ ഇതെല്ലാരും കണ്ടിരിക്കണം. 10-15 വയസ്സുള്ള പിള്ളേര് ഫോണിൽ എന്താണ് ചെയ്യണേന്ന് ഫോൺ വാങ്ങിച്ച് ചെക്ക് ചെയ്യും. ടെലഗ്രാം പോലത്തെ ആപ്ലിക്കേഷൻസ് കാണുമ്പോൾ അതിനകത്തൊക്കെ കയറി ഒന്ന് അന്വേഷിക്കും. പഠിപ്പും വിവരമുള്ള ആൾക്കാരെ വിട്ട് ചെക്ക് ചെയ്യിപ്പിക്കും. പേടിയാവുന്നു ബ്രോ, സീരിയസ്ലി.